പരസ്പര വിശ്വാസത്തോടെയും സ്നേഹത്തോടെയും ജീവിക്കേണ്ട ദമ്പതികൾ ദാമ്പത്യത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളെ കാറ്റിൽ പറത്തി മുന്നേറുന്ന കാഴ്ച. അതെ, വിവാഹമോചനങ്ങൾക്കൊപ്പം വിവാഹേതര ബന്ധങ്ങളുടെയും നാടായി കേരളം മാറുകയാണ്. അവിഹിത ബന്ധങ്ങൾ ഒരിക്കലും ഹിതമല്ല എന്നിരിക്കെ അത് കുടുംബാന്തരീക്ഷത്തെ പൂർണ്ണമായും തകർക്കുമെന്ന് ആരും ഓർക്കുന്നില്ല. മക്കളുടെ ഭാവി ജീവിതം തകരുമെന്ന് എന്തുകൊണ്ടാണ് ചിന്തിക്കാത്തത്? ഒടുവിൽ എന്തെങ്കിലും ദുരന്തം സംഭവിക്കുമ്പോഴാണ് ഇതിൻ്റെ അപകടം തിരിച്ചറിയുക. ആലുവയിൽ യുവതിയെ സുഹൃത്ത് പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവത്തിലും വിവാഹേതര ബന്ധത്തിൻ്റെ കഥകളാണ് പുറത്തു വരുന്നത്. ജീവന് ഭീഷണി ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ആ യുവതി പോലീസിൽ പരാതിപ്പെടാൻ പോലും തയ്യാറാകാത്തത്? വിശദമായി പരിശോധിക്കുകയാണ് പോലീസ് പട്രോൾ. സ്വാഗതം. ആലുവയിൽ യുവതിയെ കാമുകൻ പെട്രോൾ ഒഴിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച സംഭവം പട്ടാപ്പകലാണ് അരങ്ങേറിയത്. പെട്രോൾ ദേഹത്തൊഴിച്ചെങ്കിലും തീ കൊളുത്തുന്നതിന് മുൻപ് യുവതിക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞു. ചൂണ്ടി സ്വദേശിനിക്ക് നേരെ ആക്രമണം നടത്തിയത് മുപ്പത്തടം സ്വദേശിയായ അലി എന്ന യുവാവാണ്. ഇരുവരും തമ്മിലുണ്ടായ തർക്കത്തിന് പിന്നാലെയാണ് അലി യുവതിയെ പെട്രോൾ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിച്ചത്. ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടെങ്കിലും എന്തുകൊണ്ടാണ് അവർ പോലീസിൽ പരാതിപ്പെടാത്തത്? വിവാഹിതയായ യുവതിയുടെ വിവാഹേതര ബന്ധം പുറത്തറിയുമോ എന്ന ആശങ്കയുണ്ടാകാം. എന്തായാലും സംഭവത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആലുവ ചൂണ്ടി സ്വദേശിനിക്കെതിരെയാണ് ആക്രമണമുണ്ടായത്. UC കോളേജിന് സമീപം കച്ചേരിക്കടവ് റോഡിൽ വെച്ചാണ് സംഭവം. സ്കൂട്ടറിലെത്തിയ യുവതിയെ ബൈക്കിൽ വന്ന പ്രതി തടഞ്ഞു നിർത്തിയ ശേഷം ദേഹത്ത് പെട്രോൾ ഒഴിക്കുകയായിരുന്നു. യുവതി സമീപത്തെ കടയിൽ ഓടിക്കയറിയതുകൊണ്ടാണ് വലിയ അപകടം ഒഴിവായത്. തുടർന്ന് യുവതി ജില്ലാ ആശുപത്രിയിൽ ചികിത്സ തേടി. യുവതിയെ പ്രതി കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. യുവതി ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന CCTV ദൃശ്യങ്ങളും പുറത്തുവന്നു. സംഭവത്തിൽ യുവതിയുടെ സുഹൃത്ത് മുപ്പത്തടം സ്വദേശി അലിയെ വൈകിട്ടോടെ ആലുവ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. അലിക്കെതിരെ വധശ്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. തന്നെ മൊബൈലിൽ ബ്ലാക്ക്മെയിൽ ചെയ്തതിലുള്ള വൈരാഗ്യവും വീട്ടിൽ വരരുതെന്ന് ആവശ്യപ്പെട്ടതുമാണ് ആക്രമിക്കാൻ കാരണമെന്നാണ് അലി പോലീസിനോട് പറഞ്ഞത്. അതേസമയം അലി കുടുംബ സുഹൃത്താണെന്ന് യുവതിയുടെ കുടുംബം വ്യക്തമാക്കി. ന്യൂസ് 18 കൊച്ചി. കൊലയും കൊലവിളിയുമായി നടക്കുന്ന കുട്ടി കുറ്റവാളികൾ, കൗമാരപ്രായത്തിൽ പീഡനക്കേസിൽ അഴിക്കുള്ളിലാകുന്നവർ. കേരളത്തിന് ഇപ്പോഴത്തെ അവസ്ഥ ഭയാനകമാണ്. പത്തനംതിട്ട അടൂരിൽ 5ാം ക്ലാസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സംഭവത്തെക്കുറിച്ച് അറിഞ്ഞാൽ മക്കളെ ഈ നാട്ടിൽ വളർത്താൻ തന്നെ ഭയം തോന്നും. 16-കാരനും സുഹൃത്തും ചേർന്നാണ് പെൺകുട്ടിയെ ആളൊഴിഞ്ഞ സ്ഥലത്ത് കൊണ്ടുപോയി ലൈംഗിക ചൂഷണത്തിന് ഇരയാക്കിയത്. കേസിൽ 2 പേരെയും പോലീസ് പിടികൂടി. എറണാകുളം സ്വദേശിയായ 19-കാരൻ സുധീഷാണ് കൂട്ടുപ്രതി. ക്രൂരമായ പീഡനമാണ് പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നതെന്ന് പോലീസ് പറയുന്നു. ഞായറാഴ്ച വൈകിട്ട് 5 മണിയോടെയാണ് സംഭവം. പ്രദേശവാസിയായ 16-കാരനും അടൂരിൽ ബന്ധുവീട്ടിലെ ഒരു ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ എറണാകുളം സ്വദേശിയായ സുധീഷും ചേർന്നാണ് കുട്ടിയെ പീഡിപ്പിച്ചത്. കൂട്ടുകാരികൾക്കൊപ്പം നിൽക്കുകയായിരുന്നു 5ാം ക്ലാസ്സുകാരി. ഇരുവരും ചേർന്ന് മറ്റു കുട്ടികളെ വിരട്ടിയ ശേഷമാണ് 5ാം ക്ലാസ്സുകാരിയെ ബലമായി വലിച്ചഴിച്ചു കൊണ്ടുപോയി സമീപത്തെ ആളൊഴിഞ്ഞ വീട്ടിലെത്തിച്ച് പീഡിപ്പിച്ചത്. കുട്ടി വീട്ടിലെത്തി വിവരം അറിയിച്ചതോടെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോക്സോ വകുപ്പുകൾ പ്രകാരം കേസെടുത്ത അടൂർ പോലീസ് ഇരുവരെയും അറസ്റ്റ് ചെയ്തു. പ്രതികൾക്കെതിരെ തെളിവുകൾ ശേഖരിച്ചിട്ടുണ്ടെന്നും ക്രൂരമായാണ് കുട്ടിയെ ഉപദ്രവിച്ചതെന്നും അടൂർ DSP പറഞ്ഞു. വളരെ ഗുരുതരമായിട്ടാണ് കുട്ടിയെ ഉപദ്രവിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണവും മറ്റു കാര്യങ്ങളും നടക്കുന്നുണ്ട്. അത്യാവശ്യം തെളിവുകളെല്ലാം നമ്മൾ ശേഖരിച്ചു കഴിഞ്ഞു. പ്രതികളും കസ്റ്റഡിയിലായിട്ടുണ്ട്. അടൂർ മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ സുധീഷിനെ റിമാൻഡ് ചെയ്തു. പ്രായപൂർത്തിയാകാത്ത പ്രതിയെ ജുവനൈൽ ബോർഡിന് മുമ്പിലാണ് ഹാജരാക്കിയത്.
ന്യൂസ് 18 പത്തനംതിട്ട. ചോരയിൽ കുളിച്ച് ചലനമറ്റ നിലയിൽ ഒരു പകൽ മുഴുവൻ ഒരാളുടെ മൃതദേഹം പെരുവഴിയിൽ കിടക്കുന്ന കാഴ്ച. രാവിലെ മുതൽ നൂറുകണക്കിന് ആളുകൾ അതുവഴി പോയിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല. കൊച്ചി നഗര ഹൃദയത്തിൽ പാലാരിവട്ടത്താണ് രാവിലെ മുതൽ വഴിയിൽ ഒരാൾ കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വൈകുന്നേരമായിട്ടും അനക്കമൊന്നും ഇല്ലാതെ വന്നതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിച്ചു. പോലീസ് എത്തി പരിശോധിച്ചപ്പോൾ കൊല്ലപ്പെട്ട നിലയിലായിരുന്നു മൃതദേഹം. പാലാരിവട്ട സ്വദേശി വിജയനാണ് മരിച്ചത്. സ്ഥലത്ത് പിടിവലി നടന്നതിൻ്റെ ലക്ഷണങ്ങളും ശരീരത്തിൽ മുറിവ് പറ്റിയതിൻ്റെ പാടുകളുമുണ്ട്. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. പാലാരിവട്ടം പൈപ്പ് ലൈൻ റോഡിലാണ് വിജയന്റെ മൃതദേഹം കണ്ടത്. രാവിലെ മുതൽ വിജയൻ വഴിയിൽ കിടന്നിരുന്നെങ്കിലും മദ്യപിച്ച് ബോധമില്ലാതെ കിടക്കുകയാണെന്നാണ് നാട്ടുകാർ കരുതിയത്. വൈകുന്നേരമായിട്ടും പോകാത്തതിനെ തുടർന്ന് ചിലർ വിളിച്ചു നോക്കിയപ്പോഴാണ് മരിച്ചു കിടക്കുകയാണെന്ന് മനസ്സിലായത്. തുടർന്ന് പാലാരിവട്ടം പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഈ ഒരു ബിൽഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ആപ്പിൾ ടവറിന്റെ നേരത്തെ ഉണ്ടായ കേസുമായി ബന്ധപ്പെട്ട് കേസിൽപ്പെട്ട് കിടക്കുന്ന വസ്തുവാണ്. ഇത് സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായിട്ട് മാറി ഒരു സ്ഥലമാണ്. ഇവിടെ എല്ലാ ഡ്രഗ്സ് ഉൾപ്പെടെയുള്ള എല്ലാ സംഭവങ്ങളും നിരവധിയായിട്ട് ഇവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ, ഇവിടുത്തെ സാമൂഹ്യ പ്രവർത്തകർ എല്ലാവരും പല പ്രാവശ്യം പോലീസുമായിട്ടൊക്കെ കംപ്ലൈന്റും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ബിവറേജസിൽ നിന്ന് ഇതും കുപ്പി മേടിച്ച് ഇവിടെ ഇരുന്ന് തന്നെ കുടിച്ച് ഇവിടെ തന്നെ തല്ലുപിടിച്ച് ഇവിടെ തന്നെ കിടക്കുന്ന ഒരവസ്ഥയാണ്. കൊലപാതകമാണോ എന്ന് സംശയമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. മൃതദേഹം കിടന്ന സ്ഥലത്ത് പിടിവലി നടന്നതിന്റെ ലക്ഷണങ്ങളുണ്ട്. ശരീരത്തിൽ അങ്ങിങ്ങായി മുറിവുകൾ ഉണ്ടായിരുന്നത് സംശയം ബലപ്പെടുത്തുന്നു. രാവിലെ മുതൽ കിടക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെ കുറെ പേര് ഇങ്ങനെ സ്ഥിരം കിടക്കുന്നത് കൊണ്ട് ഇവിടുത്തെ ആൾക്കാരത് ശ്രദ്ധിച്ചില്ല. വൈകുന്നേരമായിട്ടും എണീക്കാത്ത ഒരു സാഹചര്യത്തിലാണ് നോക്കിയപ്പോൾ ആള് മരിച്ചു കിടക്കുവാണ്. മരിച്ചു കിടക്കുന്നു മാത്രമല്ല, ബ്ലഡ് തലയുടെ ബാക്കിൽ പൊട്ടിയിട്ടുണ്ട്, ദേഹത്തൊക്കെ മുറിവുകൾ കാണുന്നുണ്ട്. അപ്പൊ എന്തോ അതുപോലെ പൈസ കയ്യിലുണ്ടായിരുന്ന 20-ന്റെയും 10-ന്റെയൊക്കെ നോട്ടുകൾ അവിടെ ചിതറി കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ എന്തെങ്കിലും ഒരു അടിപിടി ഉണ്ടായിട്ട് അതിന്റെ പരിണിത ഫലമാണെന്ന് സംശയം. അടുത്തുള്ള ഉപയോഗശൂന്യമായി കിടക്കുന്ന കെട്ടിടത്തിൽ സാമൂഹിക വിരുദ്ധരുടെ ശല്യം പതിവാണ്. അതിനു മുന്നിൽ മൃതദേഹം കിടന്നതുകൊണ്ടാണ് ആളുകൾ ശ്രദ്ധിക്കാതിരുന്നതെന്നും കൗൺസിലർ പറയുന്നു. ഇൻക്വസ്റ്റിന് ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റി. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. ന്യൂസ് 18 കൊച്ചി. ഒരു പട്ടാളക്കാരിയാകണമെന്ന ആഗ്രഹത്തോടെ പത്തനംതിട്ട അടൂരിലെ ദ്രോണ ഡിഫൻസ് അക്കാദമിയിൽ പരിശീലനത്തിന് ചേർന്ന പെൺകുട്ടി. വിമുക്ത ഭടനായ പ്രദീപ് കുമാറിൻ്റെ നേതൃത്വത്തിലായിരുന്നു അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പരിശീലനം. സ്ഥാപനത്തിൻ്റെ ഉടമയായ പ്രദീപ് പെൺകുട്ടികളെ ശല്യപ്പെടുത്തുന്നത് പതിവായിരുന്നു. അവിടെ പരിശീലനത്തിനെത്തിയ ഗായത്രി എന്ന പെൺകുട്ടിയെ അയാൾ പലപ്പോഴും ഡേറ്റിങ്ങിന് ക്ഷണിച്ചു. അധ്യാപകന്റെ മോശമായ പെരുമാറ്റം അവളെ മാനസികമായി വല്ലാതെ തളർത്തി. അതിൽ മനംനൊന്ത് ഗായത്രി ആത്മഹത്യ ചെയ്തു. സംഭവത്തെ തുടർന്ന് ആരോപണ വിധേയനായ പ്രദീപ് കുമാർ ഒളിവിലാണ്. കഴിഞ്ഞ 1.5 വർഷമായി അടൂരിലെ അഗ്നിവീർ റിക്രൂട്ട്മെന്റ് പരിശീലന കേന്ദ്രത്തിൽ പഠിക്കുകയായിരുന്ന ഗായത്രിയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ആത്മഹത്യയെന്നാണ് പോസ്റ്റ്മോർട്ടത്തിലെ കണ്ടെത്തൽ. അധ്യാപകന്റെ മോശം പെരുമാറ്റത്തിലുണ്ടായ മനോവിഷമത്തിലാണ് മകൾ ആത്മഹത്യ ചെയ്തതെന്ന് അമ്മ രാജി ആരോപിച്ചു. അധ്യാപകൻ തന്നെ, വേറെ പ്രശ്നമൊന്നുമില്ല. ഈ അധ്യാപകൻ കാരണം തന്നെ എന്റെ കുഞ്ഞു പോയത്. ഇയാൾക്ക് എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ പറ്റുമോ? ഞാൻ പെറ്റമ്മയാണ് ചോദിക്കുന്നത്. എന്റെ കുഞ്ഞിന്റെ ജീവൻ തിരിച്ചു തരാൻ അയാളാണ്. അല്ല, ഞാൻ വിശ്വസിക്കത്തില്ല. ഇയാൾക്കൊണ്ടൊരു മോള്. ഇതിനി ഞാൻ ഏതറ്റം വരെയും പോകും. കഴിഞ്ഞ ദിവസവും രാജിയും സ്ഥാപന ഉടമയും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഫോണടക്കം വിശദമായി പരിശോധിച്ചെങ്കിൽ മാത്രമേ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ചതെന്തെന്ന് വ്യക്തമാകൂ എന്ന് പോലീസ് പറഞ്ഞു. എന്നാൽ പെൺകുട്ടിയുടെ മരണത്തിന് പിന്നാലെ ഡിഫൻസ് അക്കാദമി ഉടമ പ്രദീപ് കുമാർ ഒളിവിൽ പോയി. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിലാണ്.
സ്ഥാപനത്തിലേക്ക് ഡിവൈഎഫ്ഐ യൂത്ത് കോൺഗ്രസ് സംഘടനകൾ പ്രതിഷേധ പ്രകടനം നടത്തി. സ്ഥാപനത്തിന് മുന്നിലെ ബോർഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു. ന്യൂസ് 18 പത്തനംതിട്ട. ആ രാത്രിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ വല്ലാത്ത ഭയം. ആരൊക്കെയോ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുവെന്ന ദുസ്വപ്നം കണ്ട് ഞെട്ടിയെഴുന്നേൽക്കുന്നു. താമരശ്ശേരി മുക്കം പീഡനശ്രമത്തെക്കുറിച്ച് വിവരിക്കുമ്പോൾ തന്നെ യുവതിയുടെ ഉള്ളിൽ പേടിയാണ്. കെട്ടിടത്തിൽ നിന്നും ചാടി പരിക്കേറ്റ ശേഷവും പ്രതി ദേവദാസും ജീവനക്കാരും തന്നെ വലിച്ചിടയ്ക്കാൻ ശ്രമിച്ചെന്നാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ. ആൺസുഹൃത്തുമൊത്തുള്ള CCTV ദൃശ്യങ്ങൾ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഹോട്ടലുടമ ദേവദാസ് ബ്ലാക്ക്മെയിലിങ്ങിന് ശ്രമിച്ചു. തന്നെ വകവരുത്തുകയായിരുന്നു ദേവദാസിന്റെ ലക്ഷ്യമെന്ന് സംശയിക്കുന്നതായും യുവതി ന്യൂസ് 18നോട് പറഞ്ഞു. ജോലിക്ക് ചേരുന്നതിന് 1 വർഷം മുമ്പ് ഓഫർ ലെറ്റർ തന്ന ദേവദാസ് മറ്റിടങ്ങളിൽ ജോലിക്ക് കയറുന്നതിൽ നിന്നും പിന്തിരിപ്പിച്ചു. പണവും സഹായങ്ങളും നൽകി വിശ്വാസ്യത ആർജിച്ചു. എന്നാൽ വൈകാതെ തന്നെ ഇയാളുടെ ലക്ഷ്യം വ്യക്തമായി. 2 വട്ടം ജോലി ഉപേക്ഷിച്ച് മടങ്ങിയെങ്കിലും കാലുപിടിച്ച് തിരിച്ചെത്തിച്ചു. ആൺസുഹൃത്തുക്കൾ വീട്ടിലെത്തിയപ്പോൾ എടുത്ത CCTV ദൃശ്യം കാട്ടി ബ്ലാക്ക്മെയിലിങ്ങിനും ദേവദാസ് ശ്രമിച്ചു. എനിക്ക് തോന്നുന്നു ഇയാൾ എന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് പിന്നെ അത് അന്ന് വേറെ ആരോ വന്ന് കൊന്നതാണോ എന്ന് പറയാൻ. ഓൾറെഡി അല്ലെങ്കിൽ അന്നത്തെ CCTV റെക്കോർഡുണ്ട്. അതൊരു 16-ാം തീയതി അങ്ങനെ നടന്ന സംഭവം. ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് അവിടെ കൂടിയത് അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാൾ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൾ പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ വേറെ ആരോ വന്നു, അയാളെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ വന്നതെന്ന്. അങ്ങനെയാണെങ്കിൽ ഞാൻ പറയുന്ന അവിടുത്തെ CCTV എന്ത് വേണേലും ചെക്ക് ചെയ്യാം. ദേവദാസിന് കീഴടങ്ങില്ലെന്ന് ഉറപ്പിച്ചതോടെയാണ് കെട്ടിടത്തിൽ നിന്നും ചാടിയത്. പരിക്കേറ്റ് നിലത്ത് വീണ ശേഷവും വലിച്ചിഴയ്ക്കാൻ ശ്രമിച്ചു. നാട്ടുകാർ എത്തിയപ്പോൾ മാത്രമാണ് ആശുപത്രിയിൽ കൊണ്ടുപോയത്. എൻ്റെ കൈമുട്ടിനുള്ള മുറിവിൽ മാത്രം അവരൊരു പഞ്ഞി എന്തോ ബാൻഡേജ് എന്തോ വെച്ച് തന്നു. പിന്നെ ഒരു ഗ്ലൂക്കോസും കയറ്റി തന്നു. നല്ല ബെഡ് പോലും ഉണ്ടായിരുന്നില്ല. അവിടെ കിടന്നിട്ട് ഇവിടെയാണല്ലോ വേദന. അത് വെച്ച് ഞാൻ പുലർച്ചെ വരെ ഞാൻ അന്ന് ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എൻ്റെ ഫോണൊക്കെ ചാർജ് ചെയ്തിരുന്നു ഓഫായിപ്പോയി. ആരെയും വിളിക്കാനൊന്നും പിന്നൊന്നും പറ്റിയൊന്നുമില്ല. രാവിലെ അമ്മാവനും അമ്മയും അച്ഛനും കൂടെ വന്നു. പിന്നെയാണ് എൻ്റെ കാല് നോക്കുന്നതും എക്സ്റേ എടുക്കുന്ന CT സ്കാൻ എടുക്കുന്ന. എന്നിട്ട് അവർ പറയുന്ന സീരിയസ് ICUവിൽ കൊണ്ടുപോകണമെന്ന്. ആശുപത്രിയിലെത്തിയ ശേഷം ആദ്യ ദിനം കൃത്യമായ ചികിത്സ ലഭിച്ചില്ല. തന്റെ മൊഴിപ്രകാരമുള്ള FIR പോലീസ് ആദ്യമിടാത്തതിൽ വേദനയുണ്ടെന്നും യുവതി പറഞ്ഞു. രണ്ടാമത്തെ FIR എൻ്റെ ആദ്യത്തെ FIR മാറ്റി എഴുതി എന്നൊക്കെ ഞാൻ അറിഞ്ഞു. പിന്നെ അതെനിക്കെന്ന് പറഞ്ഞാൽ ആ ഒരു ലേഡി പോലീസ് അവർ വന്നിട്ടുണ്ടായിരുന്നു. അവർ കണ്ടത് തന്നെ സ്ട്രെച്ചറിൽ നിന്ന് എടുത്ത് മാറ്റുന്നതും ഞാൻ അനുഭവിക്കുന്ന കരഞ്ഞ കരച്ചിലെല്ലാം അവർ കണ്ടതാണ്. അത് കണ്ടിട്ട് അവരത് മാറ്റി എഴുതി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിഷമമായിരുന്നു. അതെ, അങ്ങനെ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഒരാഴ്ചത്തെ ചികിത്സയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് യുവതി കണ്ണൂരിൽ വീട്ടിലെത്തിയത്. ഇടുപ്പല്ലിന് ഗുരുതരമായ പരിക്കുള്ളതിനാൽ മാസങ്ങളോളം ചികിത്സ തുടരണം. കോഴിക്കോട്. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത ആദ്യ കൊക്കെയിൻ കേസ് മലയാള സിനിമാ മേഖലയെ ഒന്നടങ്കം പിടിച്ച് കുലുക്കിയതാണ്. 2015 ജനുവരി 30-നാണ് കൊക്കെയിനുമായി നടൻ ഷൈൻ ടോം ചാക്കോയെയും മോഡലുകളായ 4 യുവതികളെയും പോലീസ് പിടികൂടിയത്. ആ കേസിൽ ഷൈൻ ഉൾപ്പെടെ 5 പേരെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു. പരിശോധനയിൽ കൊക്കെയിൻ്റെ സാന്നിധ്യം കണ്ടെത്താനായില്ലെന്ന പ്രതിഭാഗത്തിൻ്റെ വാദങ്ങൾ പരിഗണിച്ചാണ് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയുടെ നടപടി.
ആദ്യത്തെ കൊക്കൈൻ കേസിൽ ഷൈൻ ടോം ചാക്കോയും മറ്റെല്ലാ പ്രതികളും കുറ്റവിമുക്തരായി. 2015 ജനുവരി 30 ഷൈൻ ടോം ചാക്കോയെയും 4 യുവതികളെയും കൊച്ചി കടവന്ത്രയിലെ ഫ്ളാറ്റിൽ വെച്ച് കൊക്കൈൻ ഉപയോഗിച്ചതിന് പോലീസ് പിടികൂടിയത്. രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാത്രി 12 മണിക്ക് നടത്തിയ റെയ്ഡിൽ ഷൈൻ ടോം ചാക്കോയും മോഡലുകളായ രേഷ്മ രംഗസ്വാമി, ബ്ലസ്സി സിൽവെസ്റ്റർ, ടിൻസ് ബാബു, സ്നേഹ ബാബു എന്നിവരാണ് പിടിയിലായിരുന്നത്. കാക്കനാട്ടെ ഫോറൻസിക് ലാബിലായിരുന്നു ഇവരുടെ രക്തസാമ്പിൾ ആദ്യം പരിശോധനയ്ക്കായി അയച്ചിരുന്നത്. എന്നാൽ ഈ പരിശോധനയിൽ കൊക്കൈന്റെ സാന്നിധ്യം കണ്ടെത്താനായിരുന്നില്ല. 2018 ഒക്ടോബറിലായിരുന്നു അഡീഷണൽ സെഷൻസ് കോടതിയിൽ വിചാരണ ആരംഭിച്ചിരുന്നത്. അറസ്റ്റിലായതിനു പിന്നാലെ താൻ കൊക്കൈൻ കൈവശം വെച്ചിട്ടില്ലെന്നായിരുന്നു ഷൈൻ ടോം ചാക്കോ പറഞ്ഞത്. ഷൈൻ ടോം ചാക്കോയ്ക്ക് വേണ്ടി അഭിഭാഷകൻ രാമൻ പിള്ളയാണ് കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 കൊച്ചി. രാത്രി 12 മണിക്ക് ബ്രോസ്റ്റഡ് ചിക്കൻ ചോദിച്ച് ഒരു സംഘം ചെറുപ്പക്കാർ തട്ടുകടയിലെത്തി. തീർന്നു പോയെന്ന് പറഞ്ഞപ്പോൾ കട ഉടമയ്ക്കും തൊഴിലാളികൾക്കും നേരെ ആക്രമണം. കോഴിക്കോട് താമരശ്ശേരിയിലാണ് 5 പേരടങ്ങുന്ന അക്രമി സംഘം അഴിഞ്ഞാടിയത്. ആക്രമണത്തിൽ കട ഉടമ സൈദിനും ജീവനക്കാർക്കും ഗുരുതരമായി പരിക്കേറ്റു. സംഘർഷത്തിൻ്റെ CCTV ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. സംഭവത്തിൽ 2 പേരെ താമരശ്ശേരി പോലീസ് കസ്റ്റഡിയിലെടുത്തു. താമരശ്ശേരി ചെക്ക് പോസ്റ്റിന് സമീപം പ്രവർത്തിക്കുന്ന ടേക്ക് എ ബ്രേക്ക് എന്ന സ്ഥാപനത്തിൽ രാത്രി 12 മണിയോടെയായിരുന്നു സംഭവം. 5 അംഗ സംഘം കടയിലെത്തി ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടോ എന്ന് ചോദിച്ചു. തീർന്നുപോയെന്ന് പറഞ്ഞപ്പോൾ പ്രകോപിതരായ സംഘം കടയുടമ സയ്യിദിനെയും ജീവനക്കാരൻ മെഹദി ആലത്തിനെയും മർദ്ദിക്കുകയായിരുന്നു. കടയുടമയുടെ കൈക്കും കഴുത്തിനും പരിക്കേറ്റു. യാതൊരു പ്രകോപനവുമില്ലാതെയായിരുന്നു മർദ്ദനമെന്ന് സയ്യിദും ജീവനക്കാരനും പറഞ്ഞു. ഇവിടെ വന്ന് ഒരു 12:30 മണിയായപ്പം ബ്രോസ്റ്റഡ് ഉണ്ടോയെന്ന് ചോദിച്ച് അതില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്തുകൊണ്ട് തീർന്നതെന്ന് ചോദിച്ചിട്ടാണ് നമ്മൾ ഉപദ്രവിക്കാൻ വന്നത്. ഒരുപാട് മേലും ഒന്നായിട്ട് വേദനയാക്കി എൻ്റെ കൈയും കാലും വന്നിട്ട് വളരെ ബുദ്ധിമുട്ടാവുന്നുണ്ട് എനിക്ക് നിൽക്കാൻ തന്നെ. താമരശ്ശേരി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട്. ഫുട്ബോൾ മത്സരത്തിനിടെയുള്ള ആവേശം പലയിടത്തും അതിരുവിടുന്നുണ്ട്. കളിക്കാരും കാണികളും തമ്മിലുള്ള കയ്യാങ്കളിയിലേക്ക് വരെ ചിലപ്പോൾ കാര്യങ്ങൾ കൈവിട്ടു പോകാം. കാസർഗോഡ് ചിത്താരിയിൽ ഫുട്ബോൾ മത്സരത്തിനിടെ കൂട്ടത്തല്ലുണ്ടായൊരു സംഭവത്തെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഫൈനൽ മത്സരത്തിന് ശേഷമായിരുന്നു ഗ്രൗണ്ടിലിറങ്ങിയുള്ള ആരാധകരുടെ കൂട്ടത്തല്ല്. സംഭവത്തിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ചിത്താരി ഹസീന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് സംഘടിപ്പിച്ച ഫുട്ബോൾ ടൂർണമെന്റിനിടെയാണ് കൂട്ടത്തല്ല് നടന്നത്. വിജയികളായ യങ് ഹീറോസ് പൂച്ചക്കാടിന്റെ ആരാധകരാണ് കളിക്കളത്തിലിറങ്ങി ഒരു കൂട്ടം യുവാക്കളെ ക്രൂരമായി മർദ്ദിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. നിസ്സാരമായ വാക്കുതർക്കമാണ് സംഘർഷത്തിൽ കലാശിച്ചത്. സംഭവത്തിൽ തെക്കേപ്പുറം സ്വദേശി റാഫി, ബാസിത്ത് എന്നിവർക്ക് പരിക്കേറ്റു. ഇതിന് തുടർച്ചയായി പൂച്ചക്കാട് റഹ്മത്ത് റോഡിലെ KM ഫൈസലിന്റെ വീടിന് നേരെ ഒരു സംഘം തീയിട്ടു. 2 ബൈക്കുകളിലായി എത്തിയ സംഘം പെട്രോൾ ഒഴിച്ചാണ് വീടിന് തീവെച്ചത്. സംഭവ സമയം ഫൈസലിന്റെ ഭാര്യയും മക്കളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. 3 ലക്ഷത്തിലധികം രൂപയുടെ നാശനഷ്ടമുണ്ടായി. യുവാക്കളെ മർദ്ദിച്ച സംഘത്തിൽ ഫൈസൽ ഉൾപ്പെട്ടിരുന്നതായി സൂചനയുണ്ട്. സംഭവത്തിൽ ബേക്കൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു.
ന്യൂസ് 18 കാസർഗോഡ്. പോലീസിന്റെ ഗുണ്ടായിസം ആഭ്യന്തര വകുപ്പിന് ഇപ്പോൾ തലവേദന സൃഷ്ടിക്കുകയാണ്. കാസർഗോഡ് ബേക്കൽ പോലീസാണ് ഒടുവിൽ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. വീട്ടിലെത്തിയ SIയും സംഘവും ആളുമാറി അച്ഛനും മകളും ഉൾപ്പെടെയുള്ളവരെ മർദ്ദിച്ചെന്നാണ് പരാതി. ഓപ്പറേഷൻ കഴിഞ്ഞയാളാണെന്ന് പറഞ്ഞിട്ടും മർദ്ദിച്ചുവെന്ന് കുടുംബം ആരോപിക്കുന്നു. എന്നാൽ ആരോപണം നിഷേധിച്ച പോലീസ് വീട്ടുകാർ മദ്യലഹരിയിൽ SIയെ ആക്രമിക്കുകയായിരുന്നുവെന്ന് വിശദീകരിച്ച് രംഗത്തെത്തി. ബേക്കൽ SI അജയ് S മേനോനെതിരെയാണ് ബേക്കലിലെ പട്ടികവർഗ കുടുംബത്തിന്റെ പരാതി. വീട്ടിലെത്തിയ SIയും സംഘവും ഒരു പ്രകോപനവുമില്ലാതെ ആക്രമിക്കുകയായിരുന്നുവെന്ന് ഇവർ പറയുന്നു. ഗൃഹനാഥൻ BK കണ്ണൻ, മകൾ സിനിജ, ബന്ധു ഷീല എന്നിവരെ ക്രൂരമായി മർദ്ദിച്ചു. ആളുമാറിയാണ് മർദ്ദനമെന്നും കുടുംബം ആരോപിക്കുന്നു. മർദ്ദനത്തെ തുടർന്ന് BK കണ്ണൻ 5 ദിവസം കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. എനിക്ക് സൈക്കിൾ താഴെ ഇറക്കാൻ പറ്റില്ല. ഞാൻ മീറ്റർ സൈക്കിൾ വെച്ചിട്ട് പണിയുടെ ഡ്രസ്സും കുട്ടികൾ തിന്നാനൊക്കെ വാങ്ങിയത് അതുകൊണ്ട് ഞാൻ നടന്നിട്ട് വന്ന് എൻ്റെ വീടിൻ്റെ ഉള്ളിൽ കയറി കുട്ടികളെ അത് കൊടുത്താകുമ്പം പിന്നെ പോലീസ് വണ്ടി സ്റ്റാർട്ടാക്കുന്ന കൂറ്റിട്ട് അപ്പോൾ അത് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു കാണുന്ന എനിക്ക്. അപ്പം ഞാൻ ആ ഗേറ്റ് അവിടെ അടച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് തുറന്ന് പിന്നെ ഇവിടെ സാധാരണ വണ്ടി ഒന്നും തിരിക്കാൻ ജാഗയില്ല, അവിടെ നിന്ന് തിരിക്കൽ. അപ്പോൾ വന്നിട്ട് എന്നെ പേടി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. നേരെ അപ്പം എൻ്റെ വേറെ എന്തോ ചോദിക്കാനായിരിക്കും, അങ്ങനെ സാധാരണ ചെയ്യലുണ്ടല്ലോ ഉദ്യോഗസ്ഥന്മാർ. അങ്ങനെ ഞാൻ അടുത്തോളം വന്നു. ആടെ എത്തിനുമ്പോൾ അയാളെ സ്വഭാവം മാറി. കോളർ പിടിച്ചിട്ട് എന്നെ കാണുമ്പോൾ ഓടിയെന്ന്. എനിക്ക് ഓടാൻ പോയി നടക്കാൻ വരെ പറ്റില്ല സാർ. ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞ ആളാണ് സർജറി. അപ്പോൾ എൻ്റെ ശരീരം മൊത്തം വേദനയാണ്, എനിക്ക് നടക്കാൻ വരെ കഴിയില്ല. അങ്ങനത്തെ ആൾ ഇവിടെ തീർത്തോളം വലിച്ചോണ്ട് റീപ്പിൽ കയറി എന്ന് പറഞ്ഞു. ശസ്ത്രക്രിയ കഴിഞ്ഞയാളാണെന്ന് പറഞ്ഞിട്ടും മർദ്ദനം തുടർന്നുവെന്നും കുടുംബം ആരോപിച്ചു. സംഭവത്തിൽ ജില്ലാ പോലീസ് മേധാവിക്കും മുഖ്യമന്ത്രിക്കും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ട്. അതേസമയം മദ്യലഹരിയിൽ SIയെ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ബേക്കൽ പോലീസിന്റെ വിശദീകരണം. പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയതിന് കണ്ണനെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിട്ടുണ്ടെന്നും ബേക്കൽ പോലീസ് പറഞ്ഞു. ന്യൂസ് 18 കാസർഗോഡ്. പാതിവില തട്ടിപ്പ് കേസിലെ പ്രതി അനന്തകൃഷ്ണനൊപ്പം ഉണ്ടായിരുന്ന യുവതി ആരാണ്? തട്ടിപ്പുമായി അവർക്ക് എന്താണ് ബന്ധം? കൊച്ചിയിലെ അപ്പാർട്ട്മെന്റിലേക്ക് പ്രതിക്കൊപ്പം യുവതി എത്തുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പല സംശയങ്ങളും ഉയരുന്നുണ്ട്. ഇവരെക്കുറിച്ച് പോലീസിനോട് പറഞ്ഞിട്ടും അന്വേഷിക്കുന്നില്ലെന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് A രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. അതിനിടെ അനന്തകൃഷ്ണന്റെ ലീഗൽ അഡ്വൈസർ താനാണെന്ന് വ്യക്തമാക്കി കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് രംഗത്തെത്തി. തട്ടിപ്പിൽ കോഴിക്കോട് ഫറൂഖിലും പോലീസ് കേസെടുത്തിട്ടുണ്ട്. അനന്തകൃഷ്ണന്റെ അറസ്റ്റിന് പിന്നാലെയാണ് മെറീൻ ഡ്രൈവിലെ അശോക അപ്പാർട്ട്മെന്റ് അസോസിയേഷൻ ഭാരവാഹികൾ പ്രതിയുടെ ഒപ്പമുണ്ടായിരുന്ന യുവതിയെക്കുറിച്ചുള്ള വിവരങ്ങളും ദൃശ്യങ്ങളും അന്വേഷണ സംഘത്തിന് കൈമാറിയത്. അനന്തകൃഷ്ണന്റെ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റാണ് യുവതിയെന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെയെങ്കിൽ പ്രതി തട്ടിയെടുത്ത പണവും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള വിവരവും യുവതിക്കറിയാം. എന്നാൽ യുവതിയെ ചോദ്യം ചെയ്യാനോ പ്രതി ചേർക്കാനോ അന്വേഷണ സംഘം തയ്യാറാകുന്നില്ലെന്ന് അപ്പാർട്ട്മെന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് A രാജസിംഹൻ ന്യൂസ് 18നോട് പറഞ്ഞു. അനന്തകൃഷ്ണൻ ഇവിടെ ഉണ്ടായിരുന്ന എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുകയും ആ ഫ്ലാറ്റിൽ അയാളോടൊപ്പം താമസിക്കുകയും ചെയ്തിരുന്ന ഒരു പെൺകുട്ടിയാണത്. അപ്പോൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത് ഫ്ലാറ്റിലെ ഒരു മനുഷ്യനുമായും അവർ സംസാരിക്കുകയോ അവരുടെ പേര് വെളിപ്പെടുത്തുകയോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുകയോ ചെയ്തിരുന്നില്ല എന്നുള്ളത് വളരെ ദുരൂഹമായി നമുക്കിപ്പോൾ തോന്നുകയും ചെയ്യുന്നുണ്ട്. ഈ ലേഡി അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടൻ്റ് ആയിരുന്നു. പോലീസിനോട് ഞാൻ ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തിട്ടുണ്ട്. ആ ലേഡി ഷീ യൂസ് ടു കം ടു അവർ ജിം ഏർലി മോർണിംഗ് ഇൻ 6 o'clock. സൂംബ ഡാൻസ് കളിക്കുമായിരുന്നു ജിമ്മിൽ വന്നിരുന്ന്. അവർ ഷട്ടിൽ കളിക്കുമായിരുന്നു അവിടെ. അപ്പോൾ ഇതെല്ലാം അക്കൗണ്ടൻ്റ് ആയിട്ടുള്ള ഒരാളുടെ പ്രവൃത്തിയല്ല. ഇദ്ദേഹത്തിൻ്റെ കമ്പാനിയൻ ഒരാൾ, അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഫണ്ട് ഹാൻഡിൽ ചെയ്ത ഒരാൾ, എപ്പോഴും ഒപ്പമുണ്ടായിരുന്ന ഒരാൾ, ഇത്രയും വലിയൊരു ചീറ്റിംഗ് നടത്തിയ ഒരാൾ, ഒരു സ്കാം. ഈ ഫണ്ട് എവിടെയാണ് കൊണ്ട് അദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്, ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അത് ഹൈഡ് ചെയ്തിരിക്കുന്നത്? അനന്തകൃഷ്ണനെതിരായ കേസ് ഒത്തുതീർക്കാൻ ശ്രമം നടക്കുന്നുണ്ട്.
കേസിൽ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടെന്നും അഡ്വക്കേറ്റ് എ രാജസിംഹൻ ആരോപിച്ചു. എന്നാൽ യുവതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങളോട് പ്രതികരിക്കാൻ അന്വേഷണ സംഘം തയ്യാറായില്ല. കോടികളുടെ ഇടപാട് നടന്ന വലിയ തട്ടിപ്പാണ് അനന്തകൃഷ്ണൻ നടത്തിയതെന്ന് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു. അനന്തകൃഷ്ണന് വേണ്ടി ഹാജരാക്കുമെന്ന് ലാലി വിൻസെന്റ് പറഞ്ഞു. ഞാൻ തന്നെയാണ് ലീഗൽ അഡ്വൈസർ. അഗസ്റ്റസിനെ കൊണ്ടാണ് ചെയ്യിക്കുന്നത്. കാരണം കണ്ണൂർ കോടതിയിൽ അനന്തുവിൻ്റെ ഒപ്പം വേറൊരു കേസിൽ ഞാൻ പ്രതിയായതുകൊണ്ട് ഞാനത് വാദിക്കുന്നത് മോറലി ശരിയല്ല. അതുകൊണ്ട് അഗസ്റ്റസാണ് വാദിച്ചത്. പക്ഷേ ഞാൻ അഗസ്റ്റസിൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ടുണ്ട്. കേരള ഗ്രാമനിർമ്മാണ സമിതി സെക്രട്ടറി സുരേഷ് ബാബുവിന്റെ പരാതിയിൽ പാതിവില തട്ടിപ്പിൽ കോഴിക്കോട് ഫറോക്കിലും കേസെടുത്തു. 6,32,00,000 രൂപയുടെ തട്ടിപ്പ് നടത്തിയതായാണ് പരാതി. 918 ഗുണഭോക്താക്കൾക്ക് സ്കൂട്ടർ പകുതി വിലയ്ക്ക് നൽകാമെന്നും ലാപ്ടോപ്പും മറ്റ് വീട്ടുപകരണങ്ങളും നൽകാം എന്നുമായിരുന്നു കരാർ. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് 18 കൊച്ചി. കുറ്റകൃത്യങ്ങളുടെ മറ്റു ചില വാർത്തകൾ ചുരുക്കത്തിൽ. പാറശാല ബ്ലോക്ക് ഓഫീസ് ആക്രമണ കേസിൽ പ്രതി പിടിയിൽ. അറസ്റ്റിലായത് ഐര സ്വദേശി ബിനു. തിരുവനന്തപുരം ആര്യനാട് വയോധികയുടെ സ്വർണ്ണമാല പിടിച്ചുപറിച്ചയാൾ പിടിയിൽ. വിതുര മീനാങ്കൽ സ്വദേശി നിഖിലിനെയാണ് ആര്യനാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മലപ്പുറം ചങ്ങരംകുളത്ത് മദ്യലഹരിയിലെത്തിയ സംഘം മാരകായുധങ്ങളുമായി യുവാക്കളെ ആക്രമിച്ചതായി പരാതി. ആലങ്കോട് നടന്ന ആക്രമണത്തിൽ ഉദിൻപറമ്പ് സ്വദേശികളായ സുബൈർ, റാഫി, ലബീബ് എന്നിവർക്ക് പരിക്ക്. വടകരയിൽ കാറിടിച്ച് വൃദ്ധ മരിക്കുകയും 9 വയസ്സുകാരി കോമയിലാവുകയും ചെയ്ത സംഭവത്തിൽ പ്രതിക്ക് ജാമ്യം. പ്രതി ഷജീലിന് വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. എനിക്ക് കാമുകനൊപ്പം ജീവിച്ചാൽ മതി, അവനെ ഉപേക്ഷിക്കാൻ കഴിയില്ല. 5ഉം 7ഉം വയസ്സുള്ള സ്വന്തം മക്കളെ ഉപേക്ഷിച്ചു പോയ യുവതി പോലീസ് സ്റ്റേഷനിൽ വെച്ച് പറഞ്ഞ വാക്കുകളാണിത്. എത്രയോ ദുഷ്ടത നിറഞ്ഞ ലോകമാണിത്. 2 ആഴ്ച മുൻപ് എറണാകുളം ജില്ലയിലെ ഒരു പോലീസ് സ്റ്റേഷനിലാണ് നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത്. ഭർത്താവ് ഗൾഫിലുള്ള യുവതിയുടെ വിവാഹേതര ബന്ധം വീട്ടുകാർ കയ്യോടെ പൊക്കുന്നു. അതോടെ അവൾ കാമുകനൊപ്പം ഒളിച്ചോടാൻ തീരുമാനിച്ചു. പിന്നാലെ യുവതിയെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി. അവിടെ സ്വന്തം മക്കളുടെ മുന്നിൽ വെച്ചാണ് ആ സ്ത്രീ കാമുകനൊപ്പം ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞത്. സ്വന്തം സുഖത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന നിങ്ങൾ ആ മക്കൾക്ക് മാത്രമല്ല ഈ ലോകത്തിന് തന്നെ വെറുക്കപ്പെട്ടവളാണ്. കാലം ഒരിക്കലും നിനക്ക് മാപ്പ് തരില്ല. ഇതോടെ പോലീസ് ഫുട്ബോൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.